ഈ മുഖം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇവിടെ ഇരുന്ന് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇവിടുത്തെ വിഷ്വൽസ്, നിങ്ങൾ വിഷ്വൽസ് ഒന്ന് നോക്കുക. എന്നോട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും കൂടിയാണ് ഷിജിയുടെ ഹസ്ബൻഡും പിന്നെ പ്രിയപ്പെട്ട എഞ്ചിനീയർ സാർ പത്മനാഭൻ സാറ് പറഞ്ഞു ഈ ഒരു വിഷയത്തെ പറ്റി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നു? ഒരിക്കലും നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സിന് KCB ഫാമിലി എന്നാണ് ഞാൻ പറയാ. KCBയുടെ ശ്രീകണ്ഠാപുരത്തെ ഒരു കുടുംബം. ഇത്രയും 2 പാട്ട് എനിക്ക് ഹൃദയത്തിൽ സ്പർശിക്കുന്ന 2 പ്രശസ്ത ഗായകന്മാരോട് കിടപിടിക്കുന്ന 2 പാട്ട് കേട്ടു. അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ പാട്ട്? അപ്പൊ അതാണ് മ്യൂസിക് തെറാപ്പി. നിങ്ങൾക്ക് സ്ട്രെസ് തോന്നുന്ന സമയത്ത്, സ്ട്രെസ് എന്താ ശരിക്കും? സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രെസ് കൊണ്ട് അർത്ഥമാകുന്നത്? എവിടെ നിന്നുള്ള കുഴപ്പമില്ല. കുറച്ച് പരിചിത മുഖങ്ങൾ മാത്രം, പക്ഷെ മുഴുവൻ ഒട്ടുമിക്കാലും അപരിചിതമായിട്ടുള്ള മുഖങ്ങൾ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഉള്ളിലൊരു എനിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ഞാൻ ഇവിടെ വന്നിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഒറ്റയ്ക്ക് അവിടെ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഫീൽ ചെയ്യുന്നു. അപ്പൊ എൻ്റെ ചോറ് വളരെ പ്രധാനമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ആ റോസ്റ്റത്തിന്റെ അടുത്ത് നിന്ന് നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് നിങ്ങളും ഞാനും തമ്മിലൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും അല്ലേ? സാറിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ട്രെസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്? സ്ട്രെസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സ്ട്രെസ് എങ്ങനെയാണ്? നിങ്ങൾ തന്നെ പറയാം. ഞാൻ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ് അല്ല. സോ ഫസ്റ്റ് ആദ്യം അറിയേണ്ട കാര്യം, യു ആർ വാട്ട് യു തിങ്ക്. ഞാൻ എങ്ങനെ ഇവരോട് സംസാരിക്കും, ഇവരെങ്ങനെ ഞാൻ ഇത്ര ആൾക്കാരെ പേഷ്യൻ്റ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നിങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കി എവിടെ ഇരിക്കുന്ന ഇത്രയും സഹോദരങ്ങളുണ്ട്. ചിലരുടെ സഹോദര, ചിലർ മൂത്തവരാകാം. ഇത്രയും പേരിൽ ഏതെങ്കിലും ഐഡന്റിക്കലായിട്ടുള്ള 2 ഫേസസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഇത്രയുള്ള ഒരു ചെറിയ ക്രോസ് സെക്ഷനില്, ചെറിയൊരു ഗ്രൂപ്പില് ഒരുപോലെയുള്ള 2 ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? അപ്പൊ അതിനർത്ഥം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവം ആ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഒരാളെ പോലെ വേറൊരാളെ കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം അത് മറ്റേയാൾക്ക് പകരമാവും. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രധാനപ്പെട്ടവരാണെന്ന് ആദ്യം നമ്മുടെ മനസ്സിലാക്കി. അപ്പൊ എനിക്ക് ഈ ലോകത്ത് എൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം, ഞാൻ വലുതായിക്കൊള്ളട്ടെ, ഞാൻ ചെറുതായിക്കൊള്ളട്ടെ, ഞാൻ സൗന്ദര്യം ഉള്ളവനായിക്കൊള്ളട്ടെ, ഇല്ലാത്തവനായിക്കൊള്ളട്ടെ, സമ്പത്തുള്ളവനായിക്കൊള്ളട്ടെ, ഇല്ലാത്തവനായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസം ഉള്ളവനായിക്കൊള്ളട്ടെ, ഇല്ലാത്തവനായിക്കൊള്ളട്ടെ, ഉയർന്ന ജോലിയുള്ളവനായിക്കൊള്ളട്ടെ, താഴ്ന്ന ജോലി. അപ്പൊ അതാദ്യം നമുക്ക് അന്വേഷിക്കണം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സംതൃപ്തരാണ്. ഈ സ്ട്രെസ് നിങ്ങൾക്കറിയാം. ഞാൻ ഈ കാര്യം 2 തരം വസ്തുക്കളാണ്. ഒന്ന് പഠിച്ചവരുണ്ടെങ്കിൽ അറിയാം, ഇലാസ്റ്റിക് ബോഡീസ്. 2 പ്ലാസ്റ്റിക് ബോഡീസ്. ഈ ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്തിട്ട് അതിനൊരു ഡീഫോർമേഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് വീണ്ടും ഒറിജിനൽ സ്ഥിതിയിലാവും. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഡീഫോംഡ് ആയിക്കഴിഞ്ഞാൽ, ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യന്മാരുടെ ഇടയിലും ഇങ്ങനെയുണ്ട്. ഇലാസ്റ്റിക് മനുഷ്യരുണ്ട്, പ്ലാസ്റ്റിക് മനുഷ്യരുണ്ട്.
എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് സന്തോഷമാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മക്കളെ വഴക്ക് പറയും, നിങ്ങളുടെ ഭാര്യയെ വഴക്ക് പറയും, അവരെപ്പോഴും നിങ്ങൾ വഴക്ക് പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമോ? പറഞ്ഞു, അതെന്തിനാണെന്ന് പറഞ്ഞു, അത് നമ്മൾ മനസ്സിലാക്കി അതൊന്ന് വിട്ടു. ചിലപ്പോൾ ആ സമയത്ത് കുറച്ച് സ്ട്രെസ് ഉണ്ടായിരിക്കാം. അപ്പോ ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് എങ്ങനെയാ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വലിയ മനഃശാസ്ത്ര തത്വങ്ങളൊക്കെ ചെറുതായിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അയ നമ്മൾ എന്ത് ചെയ്യുന്നത്? തുണി നനച്ച് വിരിക്കുന്നതല്ലേ അയൽ. ആ അയക്ക് ഒരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര എന്താ, അതില് വിരിക്കാൻ പറ്റുന്നത്ര തുണിയുണ്ട് അല്ലേ? നമുക്ക് ഓരോരുത്തർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഓരോരുത്തർക്കും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഓരോരുത്തർക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നുണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് വരുമ്പോഴാണ് ഒരുപാട് സാധനങ്ങൾ ഇടുമ്പോഴത്തേക്ക് ഒരു മനസ്സിന് താങ്ങാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്കാവുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. എപ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവുന്നത്? പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമുക്കൊരു നിശ്ചിത വരുമാനമുണ്ട് അല്ലേ? നമുക്ക് ചെലവുണ്ട്. വരുമാനം കമ്മിപ്പെട്ടിരുന്നുണ്ട്, വരുമാനം കുറവും. ഇത് ഞാൻ എന്നെ പോലെയല്ലേ, ഞാനൊരു നിങ്ങളുടെ വീട്ടിലെ ചേച്ചിമാരുണ്ടാവും അല്ലെങ്കിൽ അനീതിമാരുണ്ടാവും, എനിക്ക് എങ്ങനെയാണ്? വരുമാനം കുറവും ചെലവ് കൂടുതലാവുമ്പോൾ ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാവും അല്ലെ? അതുപോലെ നമ്മളുടെ മനസ്സും ശരീരവും. ഇപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഒരു കുടുംബത്തിൽ എന്തെല്ലാം കഴിവുള്ളവരുണ്ട് അല്ലെ? ഈ പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ മെഷീനാണ്, ഓരോ കമ്പ്യൂട്ടറാണ് അല്ലേ? ഈ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഏതാ? ടെക്നോളജി അല്ലേ? ടെക്നോളജി യുഗത്തിൽ അങ്ങനെ തന്നെ പറയാം. കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഏതാ? കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓഫീസിലില്ലേ? കീബോർഡ് അല്ലെ? ഈ കീബോർഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഒരേ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്. ഒന്ന്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കീബോർഡ്. അതിനൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ഇല്ലേ? നമ്മളിപ്പോൾ 4 എഴുതി ഒരു പ്രസ്സായി കൊടുത്ത് 3 എഴുതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ 7 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഏതോ ഒരു സിസ്റ്റം പ്രോസസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഓരോ കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞാൽ എതിർക്കും. എന്തുകൊണ്ടാണ് എതിർക്കാത്തത്? നമ്മുടെ ഇൻപുട്ട് ഏതാ? ചുറ്റുപാടിൽ നിന്ന് നമ്മളുടെ ചുറ്റുപാടെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ആ ചുറ്റുപാടെന്ന് പറയാൻ കാരണം? ചുറ്റുപാടെന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ചുറ്റുപാടിൽ നിന്നാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഈ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മളുടെ കീബോർഡ് ഏതാ? ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് അല്ലേ? ഏതാ? കണ്ണ്. പിന്നെയോ എല്ലാവരും നല്ല ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ചില്ലേ? രുചികരമായ ഭക്ഷണം ഇല്ലേ? നമുക്ക് കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, പിന്നെയോ നാവ് കൊണ്ട് നല്ല ഭക്ഷണമായിരുന്നല്ലേ ഉച്ചയ്ക്ക്? ഓക്കെ, കുടുംബത്തിൽ നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ പകുതി സമാധാനമായല്ലേ? നമുക്ക് ദേഷ്യം വരുന്നതും സ്ട്രെസ് വരുന്നതൊക്കെ ചിലപ്പോൾ അതാ അല്ലേ? അത് നമുക്കറിയാമല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിരി കയ്യബദ്ധം വരുമോ അല്ലെങ്കിൽ ഇച്ചിരി കൂടുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് സ്ട്രെസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു വാക്ക്, അപ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, നാവ് കൊണ്ട് നമ്മൾ രുചിച്ചറിയുന്നു, പിന്നെയോ നമ്മുടെ വേറൊരു സ്പർശിച്ചറിയുന്നുണ്ട്, ത്വക്ക്. കൈ മാത്രമല്ല, ത്വക്ക് അല്ലേ? അപ്പം കണ്ണ്, നാവ്, ചെവി, പിന്നെ വേറെ ഏതാ? മൂക്ക്,
സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വഴിയാണ്, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. ഇപ്പോൾ ഒരാള്, നിങ്ങളൊരു സൺഡേ ലീവാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഫാമിലിയോടൊത്ത് ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തു പോകണം, ആ സമയത്താണ് ഓഫീസിൽ നിന്നൊരു കോള് വരുന്നത്, നിർബന്ധമായിട്ട് ഈ സ്ഥലത്തേക്ക്, ഈ ഒരു വെന്യൂവിലേക്ക് വരണം, അവിടെ ഇന്ന സ്ട്രെസ്സായി. അപ്പൊ അവിടെ ആ ഇൻപുട്ട് നമുക്ക് ഇതുവഴിയാ വന്നത്. അപ്പൊ ഈ സ്ട്രെസ് പ്രൊഡ്യൂസിങ്, സ്ട്രെസ് കോസിങ് സോഴ്സസ്, ആ എനർജി വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ കണ്ണുകൊണ്ട് കാണുക. നമ്മളിപ്പം അങ്ങോട്ട് പോയി ഓഫീസിൽ വന്നു, ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാം, അല്ലെ വീട്ടിൽ ചെല്ലും, വീട്ടിലെല്ലാം വലിച്ചു വാരിയിട്ടേക്കോ, ഉടൻ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച് വാരടിയിൽ എടുത്തു വെക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതെല്ലാം ഇങ്ങനെ ചില കാഴ്ചകളാണ്. അപ്പൊ അത് പറയൂ, അത് നിങ്ങൾ ഏതാണ് പറഞ്ഞു വരാം. അപ്പം കണ്ണ്, ചെവി, മൂക്ക്, അല്ലേ, ത്വക്ക്, ഈ ഇങ്ങനെ ഇന്ദ്രിയങ്ങളാണ്. ഇനി ആരും ചോദിച്ചാലും പറയുന്നത് ഇന്ദ്രിയങ്ങളാണ് നമ്മളുടെ കീബോർഡ്, മനസ്സിലായില്ലേ? ഈ ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും പ്രവർത്തിക്കേണ്ട വരുന്നതും രുചിച്ചറിയുന്നതും എല്ലാം ഇപ്പൊ എല്ലാവരും ഇരിക്കുന്ന കേട്ടോ, എല്ലാവരും വളരെ ക്ഷീണിച്ചായിരിക്കുന്നത്. നമ്മളെപ്പോഴും ക്ഷീണം വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നട്ടല് നിവർത്തിയിരിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ഒരു ചെറിയൊരു ടാഗ് പോലെ, ടൊയിൻ പോലെ ഒരു സാധനം താഴേക്കുണ്ട്. അതെന്താ അതിൻ്റെ പേരെന്നറിയോ? സ്പൈനൽ കോഡ് എന്ന് പറയും, സുഷുമ്നാ നാഡി. ഈ സുഷുമ്നാ നാഡിയെ കശേരുകൾക്കുള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഈ ഇന്ദ്രിയങ്ങളിലെല്ലാം റിസപ്റ്റർ സെൽസ് ഉണ്ട്. ഇപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നു, നല്ല ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷം, സ്ട്രെസ് കുറയുന്നുണ്ട്, നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയുന്നുണ്ട്, നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയുന്നുണ്ട്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളോടനുബന്ധിച്ചുണ്ടാവുന്ന റിസപ്റ്റർ സെൽസ് എന്ന് പറയും. ഈ സെൽസ് നമ്മളുടെ ഈ നെർവസ് സിസ്റ്റത്തിലേക്ക്, ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡ് വഴി ഇത് കൊണ്ടുവന്ന് എത്തിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ചില കാഴ്ചകളായിരിക്കും നമുക്ക് സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുക, ചിലരുടെ ചില പ്രവർത്തികളായിരിക്കും നമുക്ക് സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുക, ചിലരുടെ ചില എന്തായിരിക്കും പെരുമാറ്റങ്ങൾ, ഇന്ററാക്ഷൻസ് ആയിരിക്കും നമുക്ക് സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ പല പല സോഴ്സുകൾ വഴി നമുക്ക് സ്ട്രെസ് ഉണ്ടാകും, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നിങ്ങളോട് ഏറ്റവും മോശമായിട്ട് പെരുമാറുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ, ശ്രദ്ധിക്കണേ, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്, നമ്മളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വേറൊരാള് പ്രവർത്തിക്കാൻ വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്. ഇപ്പൊ നിങ്ങൾ ഓരോ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഭാര്യ എപ്പോഴാണ് ദേഷ്യം വരുന്നത്? നിങ്ങൾ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാണ്ടിരിക്കുമ്പോൾ, അവര് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാണ്ടിരിക്കുമ്പം മക്കളോട് എപ്പോഴാണ് ദേഷ്യം വരുന്നത്? മക്കൾ പറയുന്ന കേൾക്കാണ്ട് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അവരുടെ ഭാഗത്ത് നിൽക്കുന്നില്ല, നമ്മൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവിൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അത് അവന്റെ ഭാഗത്ത് നിന്ന് അതെങ്ങനെയായിരിക്കും. അപ്പൊ സ്ട്രെസ് ഉണ്ടാക്കുന്ന, സ്ട്രെസ്സിന് കാരണമായ സ്റ്റിമുലസ് എന്ന് പറയും, നമ്മൾ എക്സ്റ്റേണൽ എനർജിയെ സ്റ്റിമുലസ് എന്നാ പറയാ. അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങള് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് കാണിക്കുന്നത്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ സ്വീകരിക്കുന്ന ആവേഗങ്ങളെ, സ്ട്രെസ്ഫുൾ സ്റ്റിമുലസിനെ നമ്മളുടെ സ്പൈനൽ കോഡ് വഴി ബ്രെയിനിൽ എത്തിച്ചേരുമ്പം അതിന് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇല്ലേ, അതുപോലെ നമ്മളുടെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് കിട്ടും? ഔട്ട്പുട്ടായിട്ട് എന്ത് മാറും? സ്വഭാവത്തിനത് കാണും. അപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട്, പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട്, അല്ലെ? കമ്പ്യൂട്ടറിൽ ഔട്ട്പുട്ട് എവിടെയാ കാണുമോ? അതിന്റെ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും മോണിറ്റർ ഏതാ?
അപ്പൊ എല്ലാവരും വളരെ ടയേർഡായിട്ടിരിക്കുക അല്ലേ അല്ലേ? ക്ഷീണായി. ഹെവി ഫുഡ് എടുത്താൽ തന്നെ ഫുഡ് അല്ലേ? ബിരിയാണിയൊക്കെ ഉള്ളത്, ബിരിയാണിയാണോ കഴിച്ചത്? ബിരിയാണിയൊക്കെ കഴിച്ചാൽ നമുക്ക് കൂടുതൽ ക്ഷീണം വരും. എന്തുകൊണ്ടാണ്? അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരുപാട് എനർജി നമ്മളുടെ ശരീരം കൺസീവ് ചെയ്യുന്നത് കൊണ്ടാണ് അത് കൂടുതൽ ക്ഷീണം ഉണ്ടാകും. അപ്പം ഈ ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ടായിട്ട് മാറ്റും. ഔട്ട്പുട്ട് ആകുമ്പോൾ എന്തായിട്ട് മാറിയത്? നമ്മളുടെ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ ഒന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്യണം, ആ ക്ഷീണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷീണം വരുമ്പോൾ ഈ സ്ട്രെസ് റെഡ്യൂസിങ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്താലോ? ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് യുവർ പോളിസി അല്ലേ? അടുത്ത് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് ക്ലാപ്പ് ചെയ്യണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ക്ഷീണം അങ്ങ് പോകാനോ, മനസ്സ് സ്റ്റാഗ്നന്റ് ആവാണ്ടിരിക്കാൻ. എങ്ങനെയാണ് ക്ലാപ്പ് ചെയ്യാം? ഇരിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ രണ്ട് കാര്യം, നമ്മളിങ്ങനെ കൈ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ക്ഷീണം വരും. എന്തുകൊണ്ടാണ് നമ്മൾ നട്ടം നിവർന്നിരിക്കുക? അവിടെയാണ് ഈ യോഗയൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞു വരാം. നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെസ് രണ്ടെണ്ണത്തിന് മധ്യയുള്ള ഒരു അവസ്ഥയാണ്. ഒന്ന് ആങ്സൈറ്റി. ആങ്സൈറ്റി ഉണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? ഉണ്ട്. ആങ്സൈറ്റി ഉള്ളവരൊക്കെ ഒന്ന് കൈ കൊടുക്കേ. ഇല്ല, അതാ മെജോറിറ്റി ആങ്സൈറ്റി ഇല്ല. ഇച്ചിരി ആങ്സൈറ്റി വേണം അല്ലെ? ആങ്സൈറ്റി കഴിഞ്ഞാൽ അതിന് അടുത്ത ഘട്ടം സ്ട്രെസ്സാണ്. അതിൻ്റെ അടുത്ത ഘട്ടം ടെൻഷനാണ്. ഇങ്ങനെ മൂന്നവസ്ഥയാണ്. ഈ സ്ട്രെസ് നമ്മളുടെ മനസ്സിന് ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് അത് പല രീതി. ആങ്കർ ദേഷ്യമുള്ളവരുണ്ടോ ഇവിടെ? ഇവരെല്ലാം ദേഷ്യപ്പെടാത്തവരാ? ഒന്നിൽ പെട്ടെന്ന് ദേഷ്യാറ്റംപേടായിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇതെല്ലാം വീട്ടിൽ ചോദിക്കുന്നത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ അല്ലേ? ബാക്കി എല്ലാവരും ശാന്തചിത്തരാ. ആങ്കർ ഒരു കാര്യമാണ്. അപ്പൊ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ട്രെസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ സ്വഭാവമാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈഫുണ്ട്. വൈകുന്നേരം ചെല്ലുന്നു. നിങ്ങൾ ഓക്കെ വളരെ ടയർഡായിട്ടാണ് ചെല്ലുന്നത്. പക്ഷെ അവരും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അവിടെ എല്ലാം വൃത്തിയാവും, അല്ലെങ്കിൽ ഫുഡ് അറേഞ്ച് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ദേഷ്യം വരും. തിരിച്ച് അത് കോണ്ടെക്സ്റ്റിലാണ്. നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാള് പലപ്പോഴും ഈ ചുറ്റുപാടുകളിൽ നിന്നാണ് നമുക്ക് സ്ട്രെസ്സിന് ആവശ്യമായിട്ടുള്ള എനർജി വരുന്നത്. ഈ എൻവയോൺമെന്റിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ആർക്കാ മാറാൻ പറ്റുന്നത്? നമ്മൾ മാറണം. നമ്മൾ മാറുക എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറുക? സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഉണ്ടാകാം. ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ നിങ്ങൾക്കിപ്പം ശരീരത്തിന് എന്തെങ്കിലും വയ്യാണ്ട് വന്നു, ഒരു പനി വന്നു അല്ലേ? പനി വന്നാൽ നമ്മൾ എവിടെ പോകും? എപ്പോഴും പനി വന്നാൽ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരിക മുഹമ്മദ് ഡോക്ടറാണ്. കാരണം ഡോക്ടറുടെ
ഡോക്ടർ എന്ത് ചെയ്യും? നമ്മളോട് പനി മാറത്തക്ക രീതിയിൽ അത്യാവശ്യം വർത്തമാനമൊക്കെ പറയും അല്ലേ? എന്നിട്ട് എന്ത് ഗുളികയാണെന്നറിയില്ല, ഡോക്ടർ ഒരു 2-3 പാത്രത്തിൽ നിന്ന് ഗുളിക എടുത്തു തരും. അത് നോക്കാണ്ട് കഴിക്കും, അപ്പോഴേ അസുഖം മാറും. അതെന്താണെന്ന് അറിയില്ല, അതൊരു ഒരു 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 എന്തോ സംതിങ് ഉണ്ട് അതിൽ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ, ശരീരത്തിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 അവസ്ഥകളിലൂടെയാണ് പോകുന്നത്. ഒന്ന് ഡയഗ്നോസിസ് അല്ലെ? ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നത്? നമ്മളെ പോകും, നമ്മളുടെ സിംറ്റംസ് ഒക്കെ ചോദിക്കും അല്ലെ? സിംറ്റംസ് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്ത് തലവേദനയുണ്ടോ, വിശപ്പില്ലായ്മയുണ്ടോ, പിന്നെ നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചറൊക്കെ നോക്കുന്നു, മറ്റു കാര്യം അതെല്ലാം എന്ത് ചെയ്യുന്നു? രക്തശേഖരണം നടത്തുക ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യും ഡോക്ടർ എന്ത് ചെയ്തതിന് ശേഷം മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും അല്ലേ? എങ്ങനെയാ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? എന്താണോ അസുഖം, ആ അസുഖത്തിന് എന്താണ് അസുഖം എന്ന് പറയുന്നത്? എന്താണ് അസുഖം എന്ന് പറയുന്നത്? ശരിക്കും എന്താ? ഒരു ഇഫക്റ്റ് ആണ്, ലക്ഷണം മാത്രമാണ്, സിംറ്റം മാത്രമാണ്. പക്ഷെ അതിന്റെ കാരണം എന്താ? അതുപോലെ സ്ട്രെസ് ഒരു ഇഫക്റ്റ് മാത്രമാണ്, കാരണം വേറെയാ. അപ്പം സാധാരണ ഫിസിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3 ഘട്ടങ്ങളിലൂടെയാണ് ഡോക്ടർ പോവുക. ഒന്ന് ഡയഗ്നോസിസ്, എന്താണ് കാരണം, രോഗത്തിന് കാരണം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. രണ്ടാമത്തേത് ട്രീറ്റ്മെന്റിന് എന്താ ചെയ്യുക? ഏതാണോ രോഗകാരി, രോഗത്തിന് കാരണമായിട്ടുള്ളത്, അത് ബാക്ടീരിയ ആയിക്കൊള്ളട്ടെ, ഫംഗസ് ആയിക്കൊള്ളട്ടെ, കൊറോണ വന്നതിന് ശേഷം വൈറസിനാണ് പ്രാധാന്യം അല്ലേ? കൊറോണ വൈറസ് എന്നാണ് പറയുക. വൈറസ് ആയിക്കൊള്ളട്ടെ, അതിനെ നശിപ്പിക്കാൻ പറ്റിയ എന്ത് മെഡിസിൻസ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെ? അപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്താണ്? ട്രീറ്റ്മെന്റ്. മൂന്നാമത്തെ ഘട്ടം എന്താ? ആരും അറിയാത്തൊരു ഘട്ടമുണ്ട്. എന്താ? ഡോക്ടർമാർ പറയും, ആന്റിബയോട്ടിക് ആണെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കണം, കഴിച്ചു കഴിഞ്ഞൊരു 3 ദിവസം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറയും. അതിന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് എന്ന് പറയും ഫോളോ. എന്താ പറയുക? ഫോളോ. എന്തിനാന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ തന്നെയാണ് മനസ്സിലും. ഈ വൈറസും ഫംഗസും ബാക്ടീരിയ ഒക്കെ പോലെയുള്ളതാണ്. അതിനേക്കാൾ ദുരന്തം വഹിക്കുന്ന, അതിനേക്കാൾ ദുരവ്യാപകമായിട്ടുള്ള ഫലം ഉളവാക്കുന്നതാണ് മലീമസപ്പെട്ട ചിന്തകൾ. നമ്മൾ പറയും, ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെയാണ് ക്യാൻസർ ബാധിക്കുന്നതെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷെ മനസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള മലീമസമായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പോയി. അതും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്. അപ്പം ഫിസിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒന്ന് ഡയഗ്നോസിസ്, 2 ട്രീറ്റ്മെന്റ്, 3 ഫോളോ. കാരണം ഈ ബാക്ടീരിയോ ഫംഗസോ ഒരെണ്ണം അവശേഷിച്ചാൽ മതി, അത് വീണ്ടും 1 2 2 4 4 16 ഇങ്ങനെ മാഗ്നിഫൈ ചെയ്തുകൊണ്ട് വരും. അതുപോലെ നമ്മുടെ മനസ്സിലൊരു വേണ്ടാത്ത ഒരു ചെറിയ ചിന്ത വന്നു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈങ് മാഗ്നിഫൈങ് ഇഫക്റ്റ് ആയിട്ട് നമ്മളെ തന്നെ കാർന്നു തിന്നുകൊണ്ടേ വരും. കാരണം നമ്മളിപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വേറൊരാളെ പറ്റി മോശമായിട്ട് വിചാരിച്ചാൽ ഒരുപക്ഷെ ആ വ്യക്തി അത് അറിയുന്നുണ്ടാവില്ല, നമ്മൾ തന്നെ ചിത്തയിൽ പോവുക ചെയ്യാം. നമ്മൾ ഈ ദുർവിചാരം കൊണ്ട് ആജീവനാന്തം പ്രൊഡ്യൂസ് ചെയ്യും. അയാളെ കാണുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ ഈ ദുർവിചാരം നമ്മുടെ മനസ്സിലുണ്ടാവും. മറ്റെങ്ങനെ ഇത് അറിയുന്ന പോലുമില്ല. ദിവസം നമ്മൾ മോശമായിക്കൊണ്ടേയിരിക്കും, നമ്മൾ ചിന്തയായിക്കൊണ്ടേയിരിക്കും. അപ്പം ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ 3 ഘട്ടങ്ങളിലൂടെ പോകുന്നു. ഒന്ന് ഡയഗ്നോസിസ്, 2 ട്രീറ്റ്മെന്റ്, 3 ഫോളോ. അതുപോലെയാ മനസ്സ്. പക്ഷെ മനസ്സിന് ക്ലിനിക്കൽ സൈക്കോളജി നമ്മൾ പറയും. മനസ്സിന് എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ പോകുന്നത് ഇവിടെ തന്നെയുണ്ട്. 3 ഘട്ടങ്ങൾ എന്ന് പറയും. ഏതാ 3 ഘട്ടങ്ങൾ? ഒന്ന് ഡയഗ്നോസിസ്, 2 ട്രീറ്റ്മെന്റ്, 3 ഇവിടെ ഫോളോ അപ്പ് തന്നെ. ക്ലിനിക്കൽ സൈക്കോളജിയിലും 3 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. 1 ഡയഗ്നോസിസ്, 2 ട്രീറ്റ്മെന്റ്, 3 ഇവിടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ? മരുന്ന് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. 2 കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റിൽ നടക്കുന്നത്. ഒന്ന്
മോഡിഫൈങ് ദ ഇൻഡിവിജ്വൽസ് ആറ്റിറ്റ്യൂഡ്. ഒരു വ്യക്തിയുടെ, കാരണം ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന സ്റ്റിമുലസിനോട് എങ്ങനെ ഒരു വ്യക്തി പ്രതികരിക്കുന്നു എന്നുള്ള അനുസരിച്ച് അവൻ്റെ സ്ട്രെസ് ലെവൽ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ ഒരു വീട്ടിൽ പോയി വീടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തു, അല്ലെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ വീടിൻ്റെ കൊമ്പ് അല്ലെ അതിൻ്റെ ഒരു മരം മുറിച്ചു കഴിഞ്ഞപ്പം അത് നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ ഗ്രഹനാഥൻ നിങ്ങളോട് വളരെ റഫായിട്ട് സംസാരിച്ചു. നിങ്ങൾ ചെയ്തത് വളരെ ജെന്യുവിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ആയി ഐഡിയോളജിയുടെ കോൺഫ്ലിക്റ്റ് വന്നു. അത് സ്ട്രെസ്. ഞാൻ നല്ലതിന് വേണ്ടി ചെയ്തിട്ടും എനിക്ക് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ ചെയ്തത് എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണെന്ന് ആ വ്യക്തി ഐഡന്റിഫൈ ചെയ്യാതെ ഇയാൾ വീണ്ടും വീണ്ടും ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മളുടെ സ്ട്രെസ് ലെവൽ കൂട്ടും. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ അത് അയാളുടെ വിവരദോഷം. അയാൾ അവിടെ നിന്ന് പറഞ്ഞോണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് വന്നാൽ രണ്ടാളും ഇങ്ങനെ പറഞ്ഞു ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു, അവിടുന്ന് രണ്ട് പറഞ്ഞു, സ്റ്റിമുലസ് റെസ്പോൺസ് സ്റ്റിമുലസ് അങ്ങനെ കൂട്ടി വലിയ കോൺഫ്ലിക്റ്റ് അടിപിടി വന്നെത്തും. അപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന്, വി ആർ ചേഞ്ചിങ് അവർ ആറ്റിറ്റ്യൂഡ്. നമുക്ക് വേറൊരു വ്യക്തിയെ മാറ്റാൻ പറ്റില്ല, നമ്മൾ തന്നെ മാറണം. നമ്മളുടെ മനോഭാവം നമ്മൾ മാറ്റുന്നു. രണ്ട്, മോഡിഫൈങ് ദ എൻവയോൺമെന്റ്. ചുറ്റുപാടിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുമ്പോൾ എന്ത് ചെയ്യും? ഒരാളവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്ന ഏറ്റവും നല്ലത്. പറഞ്ഞുകൊണ്ട് നിന്ന കുഴപ്പത്തിലേ കലാശിക്കുള്ളൂ. അതുകൊണ്ട് ആ സ്ഥലത്തുനിന്ന് കുഴപ്പമുണ്ടാകുന്ന സ്ഥലത്തുനിന്ന് സ്കിപ്പ് ചെയ്യാം. അത് ചേഞ്ചിങ് അല്ലേ? ചേഞ്ച് ശരിയല്ലേ? പറഞ്ഞത് ശരിയല്ലേ? അവിടെ നിന്നും ഇത് ചിലപ്പോൾ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം വന്ന സമയത്തായിരിക്കും. ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ എക്സ്റ്റേണലായിട്ട് നമ്മൾ പറയില്ലേ, വാക്കുകൾക്കറിയില്ല തങ്ങൾ കൊള്ളും മൂർച്ച, വാൾമുനയ്ക്കറിയില്ല വേദന വെട്ടുന്നേരം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലേ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പറയത്തില്ല പുതിയ ഭഗവതി പോലെ ഇങ്ങനെ തുള്ളും. അത് അറിയുന്നില്ല, അത് അവരുടെ റിലീഫാണ്. പക്ഷെ ആ റിലീഫ് എന്ത് ചെയ്യുന്നു? വേറൊരാൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും.